ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ നമുക്ക് വിശക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തലപ്പാക്കട്ടി ബിരിയാണി തന്നെ അങ്ങ് ട്രൈ ചെയ്തു. മട്ടൺ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബാംഗ്ലൂരത്തെ ഒരു ഫേമസ് തലപ്പാക്കട്ടി ബിരിയാണി ആണിത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി കഴിച്ച് ഞങ്ങൾ കല്യാണത്തിൻ്റെ പാർട്ട് 2 ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ ഞങ്ങൾ പോയ ആ സ്ഥലത്തുള്ള ടെക്സ്റ്റൈൽസുകളാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണെന്നൊന്നും പറയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് കുറേ കണ്ടു. ഞങ്ങൾ പോയത് ഇവിടെയൊന്നും അല്ല, ഞങ്ങൾ പോയതൊരു KLM എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസിലാണ് പോയത്. ഇതൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് രസം. ഇത് ജയനഗറാണിത്, ഈ ടെക്സ്റ്റൈൽസുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ KLMലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ നടന്നപ്പോൾ കണ്ടതൊക്കെ ഞാൻ വീഡിയോ എടുത്താണ്. കൊള്ളാമല്ലേ, നല്ല ഉടുപ്പ്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളൊരു അമ്പലം കണ്ടില്ലേ, അമ്പലം പോലത്തെ ഒരു ടെക്സ്റ്റൈൽസാണിത്. അമ്പലം അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ അമ്പലമെന്നേ പറയുള്ളൂ. അത് ഉള്ളിലും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. കയറി നോക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കയറിയില്ല. ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസുകളാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇതാ ഇവിടേക്കാണ്. അപ്പോൾ ഞങ്ങൾ കയറി ഒന്ന് ഷോപ്പ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് കുറച്ച് പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ട്, ഞങ്ങൾക്കും ഒക്കെ എടുക്കാണ്ട്. കല്യാണം, റിസപ്ഷൻ, തലേദിവസം എല്ലാം അടിപൊളിയാക്കണ്ടേ. അപ്പോൾ അതിനുള്ള പർച്ചേസിങ് ആണ്. എങ്ങനെയുണ്ട്? കയറുമ്പോൾ തന്നെ നല്ല ലുക്കല്ലേ. നല്ല 2 കുതിരകൾ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കൊള്ളാലേ കാണാൻ. ഷോപ്പ് നല്ല അടിപൊളിയാട്ടോ, നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ വേണ്ടതെല്ലാം കിട്ടി. പിള്ളേർക്കുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പിള്ളേരതാണ് നോക്കിയത്. അതെടുത്ത് കഴിഞ്ഞിട്ട് മെൻസിൻ്റെ അവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ലേഡീസിൻ്റെ അവിടെ പോയി. അവിടെയാണല്ലോ നമുക്ക് കൂടുതൽ സമയം വേണ്ടത്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. മെൻസിൻ്റെ അവിടെ ഞങ്ങൾ കുറേ സമയം ചിലവാക്കിയത്. പിള്ളേർക്ക് പോലും വേഗം കിട്ടി. പിന്നെ മെൻസിനാണ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അവിടെയും പോയി. അവിടെ പിള്ളേർ നല്ല കളിയായിരുന്നു. കാണാം ആ വീഡിയോ ഒക്കെ. നല്ല അടിപൊളിയായിട്ട് അവരിരുന്ന് കളിച്ചതും കിടന്നതും ടയേർഡായതും എല്ലാം നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മളെടുത്തില്ല. ഒരാളിവിടെ ഓടിക്കളിച്ച് ടയേർഡായിട്ട് പാൽ കുടിക്കുകയാണ്. ആഹാ, പിള്ളേർ കളിക്കുന്നുണ്ടോ? ടേബിളിൻ്റെ അടിയിൽ തന്നെയായിരുന്നു ഒരു 3 ആളും. അവർ ശരിക്കും ഓടിയും ഇരുന്നും ഒക്കെ ടയേർഡായി കണ്ടില്ലേ കിടക്കുന്നത്. അപ്പോൾ മെൻസിൻ്റെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ലേഡീസ് സെക്ഷനിലേക്ക് ഇറങ്ങി. കാണാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ലേഡീസിൻ്റെ അവിടെ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊബൈലും പിടിച്ച് നടക്കാൻ പറ്റിയില്ല. അത് കാരണം അധികമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ മാലയും വളയൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയില്ല. ഇവിടെയൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആയിരുന്നു. ഞങ്ങൾ ജയനഗർ BDA കോംപ്ലക്സ് പോയി നല്ല തകർത്ത് ഷോപ്പ് ചെയ്തു. നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി മാലയും വളയും കമ്മലും എല്ലാം വാങ്ങിച്ചു. അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോസിൽ കാണാം അതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുകയാണേ. ഓക്കെ, ബൈ.